ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. 2025 ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷ കഴിഞ്ഞിപ്പോൾ റിവൈസ്ഡ് ആൻസർ കീസൊക്കെ വന്നു. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറെടുത്ത് തുടങ്ങാനുള്ളൊരു സമയമാണ്. നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ എത്രത്തോളം പഠിക്കാൻ ലേറ്റ് ആവുന്നു അപ്പോഴാണ് നമ്മൾ ഓരോ യൂണിറ്റ് സ്കിപ്പ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി സമയം കിട്ടാതെ വരുന്നത്. സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ട് 60 മാർക്കോളം GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് മാത്രം കവർ ചെയ്താൽ പോരാ, അതിന് പുറത്തുള്ള കാര്യങ്ങളും കവർ ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യൻ റിനൈസൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നവോത്ഥാനം. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. റെഗുലറായിട്ട് പോകുന്ന പല കാര്യങ്ങളിൽ അതിൽ അനീതികൾ ഉണ്ടാവാം, അടിച്ചമർത്തലുകൾ ഉണ്ടാവും. ഇതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് പുതിയൊരു തുടക്കം അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരുന്നതിനെയാണ് നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്ന് പറയുന്നത്. നമുക്കാദ്യം രാജാറാം മോഹൻ റോയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അപ്പോൾ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഫാദറും എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. 1772 അദ്ദേഹം ജനിച്ചത്. 1833 മരിച്ചു. ഈ നമ്മൾ സെറ്റ് എക്സാമിന് നോക്കുമ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അവർ ആ വ്യക്തികളുടെ പ്രസ്ഥാനങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ക്വാട്ടുകൾ, ഇതൊക്കെയാണ് സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് 1828 അദ്ദേഹം തന്നെയാണ് ആത്മീയ സഭയുടെയും സ്ഥാപകൻ. അപ്പോൾ ആത്മീയ സഭ, ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്. AB എന്ന് പഠിച്ചാൽ മതി. ആത്മീയ സഭയും ബ്രഹ്മസമാജവും AB. AB ഈസ് ഈക്വൽ ടു രാജാറാം മോഹൻ റോയ്.